Welcome to my chemistry. Today I am going to explain you about the Bohr model of atom. In 1913, Niels Bohr gave his atomic model of atom. And I'm going to explain you about its postulates, its merits and demerits. Today I'm using pen and paper model. So let's begin. Okay? അടുത്തത് നമുക്ക് അതിന്റെ പോസ്റ്റ്ലേറ്റ്സ് ഓരോന്നായിട്ട് നന്നായി പഠിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓൺലി ഇൻ സെർട്ടൈൻ സെലക്ടഡ് സർക്കുലർ പാത്സ് കോൾഡ് ഓർബിറ്റ്സ്. അതായത് ഇപ്പോൾ ന്യൂക്ലിയസ് നമുക്ക് ഈ ഡോട്ട് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്ത് വിചാരിക്കാം. അപ്പോൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ മാത്രമേ റിവോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർക്കുലാർ പാത്തിൽ മാത്രമേ ഓരോ ഇലക്ട്രോണിനും റിവോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ സർക്കുലാർ പാത്തിനെ വിളിക്കുന്നതാണ് നമ്മൾ ഓർബിറ്റ് എന്ന്. ഇലക്ട്രോൺ എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ മാത്രം, ഒരു സർക്കുലർ പാത്തിൽ മാത്രമേ റിവോൾവ് ചെയ്യുള്ളൂ. ആ പെർട്ടിക്കുലർ സർക്കുലർ പാത്തിനെ വിളിക്കുന്നതാണ് ഓർബിറ്റ് എന്ന്. ഓരോ ഓർബിറ്റിനും എന്താണ്? ഫിക്സഡ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും. ദീസ് ഓർബിറ്റ്സ് ഹാവ് ഫിക്സഡ് എനർജീസ് ആൻഡ് ദീസ് ആർ കോൾഡ് എനർജി ലെവൽസ് ഓർ സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഈ സർക്കുലാർ പാത്തിനെ, എല്ലാ സർക്കുലാർ പാത്തിനും ഓരോ ഫിക്സഡ് എനർജി ഉണ്ടാവും. ആ ഫിക്സഡ് എനർജി ഉള്ളതുകൊണ്ട് തന്നെ ഈ സർക്കുലാർ പാത്തിനെ നമ്മൾ എനർജി ലെവൽസ് അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നും വിളിക്കും. നമുക്ക് ഇവരെ നമ്പർ ചെയ്യാൻ പറ്റും. ഓരോ ഓർബിറ്റിനെയും അല്ലെങ്കിൽ ഓരോ സർക്കുലാർ പാത്തിനെയും നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റും. ദീസ് ക്യാൻ ബി നമ്പേർഡ് ആസ് 1, 2, 3, 4 ഓർ ഡെസിഗ്നേറ്റഡ് ആസ് KLMN. നമുക്ക് ഒന്നങ്ങനെ നമ്പർ ചെയ്യാം, 1, 2, 3, 4 എന്നുള്ള രീതിക്ക് നമ്പർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് KLMN എന്നുള്ള രീതിക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് സർക്കുലാർ പാത്താണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ K എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യാം. സെക്കൻഡ് സർക്കുലർ പാത്ത് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ L എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യാം. തേർഡ് ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ M എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഓരോ ഓർബിറ്റിനും ഓരോ ഡെസിഗ്നേഷൻ കൊടുക്കാൻ പറ്റും. KL എന്ന രീതിക്ക് ഓരോ ഓർബിറ്റിനും നെയിമിങ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഉള്ള ഒരു വെറുതെ അറ്റോമിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണിച്ചേക്കുന്നത്, റഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണിത്. അപ്പോൾ ഇതിൽ നോക്കാം, ഇത് പോസിറ്റീവായിട്ട് ചാർജ് കാണിച്ചേക്കുന്നതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഈ ഡാഷ്ഡ് ആയിട്ട് കാണിച്ചേക്കുന്നതാണ് നമ്മുടെ ഓരോ ഓർബിറ്റും, പോസിബിൾ ആയിട്ടുള്ള ഓർബിറ്റ്. അപ്പോൾ ഇലക്ട്രോൺസ് ഈ ഓർബിറ്റലിലാണ് റിവോൾവ് ചെയ്യുക ന്യൂക്ലിയസിന് ചുറ്റും. അപ്പം ഫസ്റ്റത്തെ ഓർബിറ്റിനെ നമ്മൾ K എന്ന് പേര് കൊടുത്തു. സെക്കൻഡ് ഓർബിറ്റ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെക്കൻഡ് ഓർബിറ്റിന് L എന്ന് കൊടുത്തു. ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തേർഡ് ഓർബിറ്റിന് നമ്മൾ M എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഇലക്ട്രോൺസ് ഓരോ പെർട്ടിക്കുലർ ഓർബിറ്റിലാണ് നമുക്ക് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുക. ഓരോ ഓർബിറ്റലിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫിക്സഡ് എനർജി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ എനർജി ലെവൽസ് അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നും വിളിക്കാം. ഓർബിറ്റൽസിന് നമുക്ക് 1, 2, 3, 4 എന്ന രീതിക്ക് നമ്പറും ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് പോസ്റ്റ്ലേറ്റ് ആണ്. These electrons will have same energy as that of the orbit in which it is revolving. That means if an electron is revolving in K ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ K ഓർബിറ്റിന്റെ എനർജിയോട് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ദാറ്റ് മീൻസ് ദ ഇലക്ട്രോൺ, ഇപ്പം ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ അത് ഏത് ഓർബിറ്റിലൂടെയാണ് റിവോൾവ് ചെയ്യണേന്ന് നോക്കിയാൽ മതി. അപ്പം എല്ലാ ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിൻ്റെ എനർജി എന്തിനോട് ഈക്വൽ ആയിരിക്കും? L ഓർബിറ്റിൻ്റെ എനർജിയോട് ഈക്വൽ ആയിരിക്കും. ഇനി ആസ് ലോങ് ആസ് ആൻ ഇലക്ട്രോൺ റിമെയിൻസ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്, it does not gain or lose energy. That means if an electron is revolving in L ഷെല്ലിലൂടെയാണ് അല്ലെങ്കിൽ L ഓർബിറ്റിലൂടെയാണ് നമ്മുടെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് എനർജി ലൂസ് ചെയ്യുന്നുമില്ല, എനർജി പുറമേന്ന് ഗെയിൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ പോസ്റ്റ്ലേറ്റ് നമുക്ക് മനസ്സിലായി അല്ലേ? എന്തായിരുന്നു? ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിലാണ് റിവോൾവ് ചെയ്യുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിന് ഫിക്സഡ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ എന്താ പറഞ്ഞത് നമ്മൾ?
ഫിക്സഡ് എനർജിയാണ്. അതേപോലെ തന്നെ ആ ഒരു ഫിക്സഡ് എനർജി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സർക്കുലാർ പാത്ത് അല്ലെങ്കിൽ ആ ഓർബിറ്റിനെ വിളിക്കുന്ന വേറെ പേരാണ് എന്ത്? എനർജി ലെവൽ അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്. നമുക്ക് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യാം. 1 2 3 4 എന്നൊക്കെ വെച്ച് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് നമുക്ക് കടക്കാം. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് പറയണേക്കും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺസ് ഏത് ഓർബിറ്റലിലാണോ റിവോൾവ് ചെയ്യുന്നത് ആ ഓർബിറ്റിന്റെ എനർജി തന്നെ ആയിരിക്കും എന്ത്? ആ ഇലക്ട്രോണിന്റെ എനർജി. The energy of an electron revolving around a particular orbit would be equal to the energy of the orbit, or energy of an electron would be equal to energy of the orbit within which they are revolving. Electrons will have same energy as that of orbit in which it is revolving. As long as the electron remains in a particular orbit, it does not gain or lose energy. The orbits, അതായത് ഒരു എൽ ഷെല്ലിൽ തന്നെയാണ് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഇലക്ട്രോൺ എല്ലിലെ ആ എൽ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഇലക്ട്രോണിന് ഒരിക്കലും എന്താണ് എനർജി ലൂസ് ചെയ്യുന്നുമില്ല, ഗെയിൻ ചെയ്യുന്നുമില്ല. നമ്മൾ ഒരു ഓർബിറ്റിൽ നിന്ന് വേറെ ഓർബിറ്റിലേക്ക് മാറുമ്പോഴാണ് എനർജി ലൂസ് ഓർ ഗെയിൻ നടക്കുന്നുള്ളൂ. സെയിം ഓർബിറ്റലിൽ തന്നെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇലക്ട്രോൺ അതിൻ്റെ എനർജി ലൂസ് ചെയ്യുന്നു ഗെയിൻ ചെയ്യുന്നു ഇല്ല. ഓരോ ഓർബിറ്റിനെയും നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി തേർഡ് പോസ്റ്റ്ലേറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. തേർഡ് പോസ്റ്റ്ലേറ്റ് പറയുന്നത് ദ ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് ഇൻ ഓൺലി ദോസ് ഓർബിറ്റ് for which the orbital angular momentum is integral multiples of h/2π. അതായത് ഇലക്ട്രോൺ ഒരു ഏതൊക്കെ ഓർബിറ്റിൽ, ഇലക്ട്രോണിന് അങ്ങനെ എല്ലാ ഓർബിറ്റലിലും ഒന്നും റിവോൾവ് ചെയ്യാൻ സാധിക്കില്ല ന്യൂക്ലിയസിന് ചുറ്റും. അപ്പോൾ ഏത് ഓർബിറ്റലിലാണ് ഇലക്ട്രോണിന് ചൂസ് ചെയ്യാൻ പറ്റുക ഈ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഏത് ഓർബിറ്റലിലാണോ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത് ആ ഓർബിറ്റൽ പെർട്ടിക്കുലർ ഓർബിറ്റലിൽ മാത്രമാണ് എന്ത് ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. The electron can revolve only in those circular orbits for which the orbital angular momentum of an electron is an integral multiple of h/2π, where h is a Planck's constant and h equal to 6.626 into 10⁻⁻34 joule second. ഇലക്ട്രോൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലാണോ കറങ്ങുന്നത് ആ ഓർബിറ്റിൻ്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്ലൈ ആവാം. അതായത് ആ ഓർബിറ്റിൻ്റെ പെർട്ടിക്കുലർ ഓർബിറ്റിൻ്റെ ഇപ്പോൾ ഈ ഓർബിറ്റ് കെ ഓർബിറ്റിലാണ് നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണേന്ന് വിചാരിക്കുക, റിവോൾവ് ചെയ്യണേന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഓർബിറ്റ് ആംഗുലർ മൊമെന്റം എന്തായിരിക്കണം? ഒന്നെങ്കിൽ h/2π ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അതായത് 2h/2π, 3h/2π, 4h/2π. അപ്പോൾ h/2π എന്നാ അവിടെ നിന്ന് നിർബന്ധമില്ല, ജസ്റ്റ് അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയാലും കുഴപ്പമില്ല. ഒന്നെങ്കിൽ h/2π ആവാം, അല്ലെങ്കിൽ 2h/2π ആവാം, അല്ലെങ്കിൽ 3h/2π ആവാം, നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. അപ്പം നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എല്ലിനെ വേറെ രീതിക്ക് എഴുതാൻ പറ്റും. L equal to nh/2π, where n is the angular momentum. N can vary from 1, 2, 3, 4, etc. Then electron moving in a circular orbit has angular momentum equal to mvr, where m is the mass of electron, v is the velocity and r is the radius of the orbit. The electron ഒരു സർക്കുലാർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്കുലാർ ഓർബിറ്റിൻ്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് mvr-നോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ ആംഗുലാർ മൊമെന്റം L equal to mvr ആണ് നമ്മൾ പറയുന്നത്. നേരത്തെ കേസിൽ പറഞ്ഞു എന്ത് L equal to nh/2π ആണ്. അപ്പോൾ രണ്ട് സൈഡിൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്തുകൂടെ? അങ്ങനെയാണ് നമുക്ക് ഇത് വന്നത്. mvr equal to nh/2. Its energy, it must move from different energy levels. It must move to different energy levels. That is, energy is emitted or absorbed when electron move from one orbit to another. The energy absorbed or emitted is given by difference of energies of two energy levels concerned.
delta equal to E2 minus E1 equal to h nu. Suppose നമുക്ക് എനർജി k ഓർബിറ്റിലാണ് ഇരിക്കേണ്ടായിരുന്നത് ഇലക്ട്രോൺ k ഓർബിറ്റിൽ നിന്ന് നേരെ L ഓർബിറ്റിലേക്ക് വന്നു, അവിടേക്ക് ചാടി. അപ്പോൾ ഇലക്ട്രോൺ ഇപ്പോൾ അത് k ഓർബിറ്റിൽ ഇരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ടാവും, അതാണ് E1. ഇനി L ഓർബിറ്റലിലേക്ക് വരുമ്പോൾ ആ L ഓർബിറ്റിൻ്റെ എനർജി ഡിഫറെൻ്റ് ആണ്, അത് E2 ആണെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ എത്ര എമൗണ്ട് ഓഫ് എനർജി ഗെയിൻ അല്ലെങ്കിൽ ലോസ് നടന്നിട്ടുണ്ടെന്ന് എമൗണ്ട് ഓഫ് എനർജി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡെൽറ്റ ഇ ഈക്വൽ ടു ഫൈനൽ സ്റ്റേറ്റിലെ എനർജി മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റിലെ എനർജി ചെയ്താൽ മതി. അതാണ് E2 മൈനസ് E1ൻ്റെ കേസ് വരുന്നത്. അപ്പോഴാണ് പിന്നെ ഡെൽറ്റ ഐ ഈക്വൽ ടു എച്ച് ന്യൂ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഡെൽറ്റ ഈക്വൽ ടു E2 മൈനസ് E1 ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ട് റിവോൾവ് ചെയ്യുമ്പോൾ ആ ഓർബിറ്റിൻ്റെ എനർജി തന്നെയായിരിക്കും ആ ഇലക്ട്രോണിൻ്റെ എനർജിയും. അപ്പോൾ k ഓർബിറ്റലിൽ റിവോൾവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിൻ്റെ എനർജി E1 ആണെന്ന് വിചാരിക്കുക. ഇനി കെയിൽ നിന്ന് ഇലക്ട്രോൺ പുറമേ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് എല്ലിലേക്ക് ജമ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിൻ്റെ എനർജി മാറി, കാരണം L ഓർബിറ്റിൻ്റെ എനർജി E2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര എനർജി അബ്സോർബ് ചെയ്തു അല്ലെങ്കിൽ എത്ര എനർജി ഡിഫറൻസ് ഉണ്ട് കെയും എല്ലും തമ്മിൽ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫൈനൽ സ്റ്റേറ്റിലെ എനർജി എല്ലിൻ്റെ എനർജി മൈനസ് കെയിൻ്റെ എനർജി ഇനീഷ്യൽ സ്റ്റേറ്റിലെ എനർജി, അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഡിഫറൻസ് ഇൻ എനർജി ഡെൽറ്റ ഇയുടെ വാല്യൂ കിട്ടും. ഡെൽറ്റ ഇ ഈക്വൽ ടു E2 മൈനസ് E1 ഈക്വൽ ടു എച്ച് ന്യൂ. ഇനി നമുക്ക് ബോർ മോഡലിലെ മെറിറ്റ് എന്താന്ന് നോക്കാം. ബോർ മോഡലിലെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആറ്റോമിക് സ്പെക്ട്രം. ഇനി നമുക്ക് ബോർ മോഡലിലെ മെറിറ്റ് എന്താന്ന് നോക്കാം. ബോർ മോഡലിലെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആറ്റോമിക് സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, അതേപോലെ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. റൂദർഫോർഡിന് തെറ്റ് പറ്റിയതും അവിടെ തന്നെയാണ് അല്ലേ? Rutherford couldn't explain the stability of atom, and that was modified by the Bohr, and Bohr gave the explanation for the stability of matter, stability of atom. മാക്സ്വെൽ ആണ് പറഞ്ഞത്. എന്ത്? മാക്സ്വെല്ലിനനുസരിച്ച് ഇലക്ട്രോൺ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ അവരുടെ എനർജി ലോസ് ചെയ്ത് അവസാനം അവർ ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക് വീഴും. അങ്ങനെ അത് ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അത് റൂദർഫോർഡിന് ഒരിക്കലും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയില്ല, ഇങ്ങനെ നടക്കില്ല എന്നുള്ളത് പറയാൻ പറ്റിയില്ല. മാക്സ്വെൽ ആണ് ഈ തിയറി പറഞ്ഞത്. ഇലക്ട്രോൺ ഏതെങ്കിലും ഒരു ചാർജ് പാർട്ടിക്കിൾ വേറൊരു ചാർജ് പാർട്ടിക്കിളിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എനർജി ലൂസ് ചെയ്ത് ഫൈനലി അവർ ന്യൂക്ലിയസിൻ്റെ അകത്ത് വന്ന് വീഴുന്നു. പക്ഷെ റൂദർഫോർഡ് അത് തെറ്റാണെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആൾക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് റൂദർഫോർഡിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അറ്റോമിക് സ്റ്റെബിലിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ബോറാണ് വന്നിട്ട് നമുക്ക് ഇലക്ട്രോൺ അങ്ങനെയല്ല, ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിലാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സെയിം ഓർബിറ്റലിൽ ഇരിക്കുമ്പോൾ അവരുടെ എനർജി ലൂസ് ചെയ്യുന്നില്ല, എനർജി ഗെയിൻ ചെയ്യുന്നില്ല. ഇലക്ട്രോൺ റിവോൾവിംഗ് അറൌണ്ട് എ പെർട്ടിക്കുലർ ഓർബിറ്റ് കനോട്ട് ലൂസ് എനർജി. ഇപ്പം k ഓർബിറ്റിലാണ് റിവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി ആ k ഓർബിറ്റിൻ്റെ എനർജി തന്നെയായിരിക്കും. ഒരിക്കലും എനർജി ലൂസ് ചെയ്യുന്നില്ല, ഗെയിൻ ചെയ്യുന്നില്ല. ഓരോ ഓർബിറ്റിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് ബോർ മോഡൽ കുഡ് എക്സ്പ്ലെയിൻ ദ അറ്റോമിക് സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്രയെ കുറിച്ച് ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്രയെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി ബോർ തിയറി ഹെൽപ്ഡ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് അപ്പോൾ ഒരു ഹൈഡ്രജൻ നമുക്ക് ബോറിന് ഒരു ലിമിറ്റേഷനും ഉണ്ട്, അത് പിന്നീട് പറഞ്ഞു തരാം. പക്ഷെ ജസ്റ്റ് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതായത് 1 ഇലക്ട്രോൺ ഉള്ള ആറ്റത്തിനെ കുറിച്ച് മാത്രമാണ് ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചത്. ഇവിടെ ഹൈഡ്രജൻ ആറ്റം നമുക്കറിയാം അവിടെ ആകെ ഒരു ഇലക്ട്രോണേ പറ്റുന്നുള്ളൂ എന്ന്. അപ്പം ഹൈഡ്രജൻ ആറ്റത്തിലെ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൻ്റെ കേസിൽ മാത്രമാണ് ഇത് പോസിബിൾ ആയിട്ട് വരുന്നത്. അങ്ങനെ ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എന്ന് പറഞ്ഞാൽ ലിത്തിയം പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ? ലിത്തിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 അല്ലേ? ലിത്തിയം
2+ ആണ് വരിക. അപ്പോൾ ലിത്യം 2+3 ആണ് അറ്റോമിക് നമ്പർ. 3 തന്നെയായിരിക്കും അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിത്യം 2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ പോയി. ഈ 2+ സൈൻ കാണിക്കുന്നത് എന്താ? 2 ഇലക്ട്രോൺ അവർ ലൂസ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ലിത്യം 2+ൽ മൊത്തം ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ആകെ 1 ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എന്ന് പറയുമ്പോൾ ഈ ലിത്യം 2+നെ പോലെയൊക്കെ തന്നെ. അപ്പോൾ 3 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം പോയപ്പോൾ ബാക്കി എത്ര വന്നു? 1 ഇലക്ട്രോൺ ആയി. അപ്പോൾ 1 ഇലക്ട്രോൺ ഉള്ള സിസ്റ്റമാണ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിനെ ഇലക്ട്രോൺ ഓർബിറ്റിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പെർട്ടിക്കുലർ ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഇക്വേഷനാണ് (n = -2π² me⁴ / n²h². ഇത് അങ്ങനെ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ്. നമുക്ക് പ്രോബ്ലത്തിലൊക്കെ യൂസ് വരും. ഇനി ഇവിടെ നിൽക്കണ ഓരോന്നിനെയും നമുക്ക് ഏതെന്താണെന്നൊക്കെ നോക്കാം. M is the mass of electron, E is the charge of electron, N is the number of orbit, and H is the Planck's constant. Then we have another equations for energy calculation. Those are അതായത് നമ്മുടെ യൂണിറ്റ് വ്യത്യാസം വരുന്നതിനനുസരിച്ച് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും വ്യത്യാസം ഉണ്ടാവും. E = 13.6 / n² electron volt = -2.18 × 10⁻⁻18 / n² ജൂൾ ആറ്റം. അടുത്ത യൂണിറ്റ് ഇവിടെ ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നില്ല, ഇവിടെ ജൂൾ ആറ്റം അല്ല. അപ്പോൾ യൂണിറ്റ് മാറുന്നതിനനുസരിച്ച് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും മാറും. ഇനി വേറെ ഒരു ഇക്വേഷനാണ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. -13 × 1312 ഉണ്ട്. അപ്പോൾ 1312 എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി അങ്ങനെ പഠിച്ചാൽ മതി. 1312 / n² kJ/mol. ഇനി നമുക്ക് അടുത്തത് ലിമിറ്റേഷൻസ് എന്താണെന്നൊക്കെയാണ് നോക്കാം. അപ്പോൾ ബോറിന് ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ബോറിനാകെ സിംഗിൾ ഇലക്ട്രോൺ ആറ്റത്തിനെ കുറിച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഓരോ സിംഗിൾ ഇലക്ട്രോൺ ആറ്റം എന്ന് പറയുന്നത് എന്താ? ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്. ഫോർ എക്സാമ്പിൾ ലിത്യം 2+, ദെൻ ബെർലിയം 4+, അങ്ങനെ പോകുന്നത്. അപ്പം ബെർലിയം 3+. സോ ഒരു 1 ഇലക്ട്രോൺ ഉണ്ടാവുമ്പോൾ ബെർലിയം 3+, ബോറോൺ 4+, അങ്ങനെ വരുമ്പോൾ ഇവർക്കൊക്കെ ഒരു ഇലക്ട്രോണേ വരുന്നുള്ളൂ. 1 ഇലക്ട്രോൺ ഉള്ള ആറ്റത്തിനെ കുറിച്ച് മാത്രം, അവരുടെ അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച് മാത്രമേ ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇനി നെക്സ്റ്റ് അവരുടെ പ്രശ്നം എന്തായിരുന്നു? അവർക്ക് ബാക്കി മൾട്ടി ഇലക്ട്രോൺ ആയിട്ടുള്ള ആറ്റത്തിനെ കുറിച്ചോ അവരുടെ അറ്റോമിക് സ്പെക്ട്രത്തെ കുറിച്ചോ ഡിഫൈൻ ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം, ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഈ ബോർ വയലേറ്റ് ചെയ്തു. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിൻ്റെ എക്സാക്റ്റ് മൊമെൻറ്റമോ എക്സാക്റ്റ് പൊസിഷനോ നമുക്കൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എക്സാക്റ്റ് മൊമെൻറ്റം അല്ലെങ്കിൽ എക്സാക്റ്റ് പൊസിഷൻ മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിൻ്റെ. അപ്പോൾ എക്സാക്റ്റ് മൊമെൻറ്റം പൊസിഷനും ഒരേ സമയത്ത്, ഇപ്പോൾ സപ്പോസ് നമുക്കിത് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ ഫാനിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഫാൻ ഓഫ് ആക്കിയിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ലീഫൊക്കെ കാണാൻ പറ്റില്ലേ? അതാണ് ഒരു ഇലക്ട്രോണിൻ്റെ പാർട്ടിക്കൽ നേച്ചറിനെ കാണിക്കുന്നത്. അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അവരുടെ പൊസിഷൻ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കി, അതിങ്ങനെ കിടന്ന് കറങ്ങില്ലേ? അപ്പോൾ നമുക്ക് കറങ്ങണ്ടെന്ന് മനസ്സിലാവും, പക്ഷേ അവരുടെ ആ ഫാൻ്റെ ലീഫ് ഏത് കറക്റ്റ് പൊസിഷനിലാണ് എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ വരുന്ന കേസാണ് വേവ് നേച്ചർ. ഇത് എക്സാമിനൊന്നും പോയി എഴുതി വെക്കരുത്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറഞ്ഞു മാത്രം. അപ്പോൾ അതാണ് വേവ് നേച്ചർ. അപ്പോൾ ഇത് ഒരിക്കലും നമ്മുടെ ഈ ബോറിന് ഈ ഒരു വേവ് നേച്ചറിലുള്ള ആൾക്കാർക്ക് എന്താ നോക്കിയേ പ്രത്യേകത? വേവ് നേച്ചറിൽ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എക്സാക്ട് പൊസിഷനോ മൊമെന്റോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരേ സമയത്ത് സ്പീഡും മൊമെന്റും അതേപോലെ തന്നെ പൊസിഷനും, ആ ലീഫ് എവിടെ ഇരിക്കണോ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത്.
സൈമൾട്ടേനിയസ് ആയിട്ട് പൊസിഷനോ മൊമെന്റോ മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിന്റെ കേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ ആ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പളിനെ ഈ ബോർ മോഡൽ വയോലേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം ബോർ മോഡലിനനുസരിച്ച് ഇലക്ട്രോൺ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ അത് പറയുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ച് ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത് മാറ്ററിന് പാർട്ടിക്കൽ നേച്ചറും ഉണ്ടാവും, അതേപോലെ എന്തുണ്ടാവും, അവർക്ക് വേവ് നേച്ചറും ഉണ്ടാവും. നേരത്തെ പറഞ്ഞില്ലേ ഫാൻ്റെ ലീഫിന്റെ പോലെ വേവ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേവ് നേച്ചറിനെ കുറിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബോർ മെയിനായിട്ട് ഇലക്ട്രോണിന്റെ പാർട്ടിക്കൽ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ബോർ കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അതേപോലെ തന്നെ നമുക്ക് അറ്റോമിക് സ്പെക്ട്ര പഠിക്കുമ്പോൾ അറിയാം, നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും. അപ്പം അതിൽ പലപ്പോഴും നമുക്ക് വേറെ പുറമേ നമ്മൾ ഇലക്ട്രിക്കോ മാഗ്നറ്റിക് ഫീൽഡോ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് 4 സ്പെക്ട്രൽ ലൈനിലാണ് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഇല്ലെങ്കിൽ കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ പുറമേ നിന്ന് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ അപ്ലൈ ചെയ്താൽ 4 പകരം അവിടെ ചിലപ്പോൾ 8 ഒക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പം ഇങ്ങനത്തെ ഒരു സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ എന്തുകൊണ്ടാണ് ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇനി നമുക്ക് അതിൻ്റെ നോട്ട് കുറച്ച് നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. Limitations of Bohr model of atom. It is true for only hydrogen atom and hydrogen-like atom. It is single electron species. Like hydrogen-like atom എന്ന് പറഞ്ഞാൽ single electron species. ഹൈഡ്രജനോ ഹീലിയം പ്ലസോ ലിഥിയം 2 പ്ലസോ ബെർലിയം 3 പ്ലസ് ഒക്കെ. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസ്. അതായത് ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള ഓരോ ആറ്റത്തിൻ്റെയും സ്പെക്ട്രത്തിനെ കുറിച്ച് ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. It cannot explain the de Broglie concept of dual nature of matter. നമ്മൾ പറഞ്ഞത് തന്നെ നമുക്ക് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ച് ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഈ ഓൺലി പാർട്ടിക്കൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ ഈസ് കൺസിഡേർഡ്. ഇവിടെ ആകെ പാർട്ടിക്കൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. It violates the Heisenberg uncertainty principle. That is, what is Heisenberg uncertainty principle? We cannot can simultaneously predict the exact position and exact momentum of microscopic particle. അതാണ് Heisenberg uncertainty principle. അതായത് മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിലിട്ടാൽ കാണാത്ത പോലത്തെ പാർട്ടിക്കിൾസ്. അപ്പോൾ മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നു. മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്നത് അത് കാണണമെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ചിലപ്പോൾ സാധാരണ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്താൽ പോലും കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ ടൈനി ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ കാര്യമാണ് ഈ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് പറയുന്നത്. ആ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പളിനനുസരിച്ച് അങ്ങനത്തെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ നമുക്ക് ഒരിക്കലും ഒരേ സമയത്ത് എക്സാക്ട് പൊസിഷനോ എക്സാക്ട് മൊമെൻറ്റോ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അത് സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് ആണ് സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതായത് ഇപ്പം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യണേക്ക് മുന്നേ സ്പെക്ട്രൽ ലൈൻസ് നമുക്കിപ്പോൾ 4 ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷേ പുറമേ നിന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 8 എണ്ണമായിട്ടായിരിക്കും. അപ്പം ഇങ്ങനെ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്നതാണ് സ്റ്റാർക്ക് എഫക്റ്റ് എന്ന്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസിനെ വിളിക്കുന്നതാണ് സ്റ്റാർക്ക് എഫക്റ്റ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈനിനെ വിളിക്കുന്നതാണ് സീമൻ എഫക്റ്റ്. ഇനി നെക്സ്റ്റ് ലിമിറ്റേഷൻ ആണ് ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു ഫോം മോളിക്യൂൾസ് ബൈ കെമിക്കൽ ബോൺസ്. എന്തുകൊണ്ടാണ് ആറ്റം 2 ആറ്റം കമ്പൈൻ ചെയ്തിട്ടല്ലേ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുക? അപ്പോൾ എന്തുകൊണ്ടാണ് 2 ആറ്റം കമ്പൈൻ ചെയ്ത് അവരുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ഒരു കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നേ ഉള്ളത് അത് നമുക്ക് ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല.
ഇത്ര മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. ആദ്യം നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം അതിന്റെ പോസ്റ്റ്ലേറ്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു. പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയായിരുന്നു? ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിലാണ് റിവോൾവ് ചെയ്യുന്നത്. ആ പെർട്ടിക്കുലർ ഓർബിറ്റലിൽ ഒരു ഫിക്സഡ് എനർജി ഉണ്ടാവും. അത് നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് വിളിക്കും. പിന്നെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇലക്ട്രോണിന്റെ എനർജി ആ ഓർബിറ്റിന്റെ എനർജിയോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഇലക്ട്രോൺ എല്ലാ ഓർബിറ്റലിലൊന്നും റിവോൾവ് ചെയ്യാൻ പറ്റില്ല. ഏത് ഓർബിറ്റലിലാണോ ആംഗുലാർ മൊമെന്റം h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്, ആ ഒരു ഓർബിറ്റലിൽ മാത്രമേ ആ ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരിക്കലും എനർജി നഷ്ടപ്പെടുത്തുന്നില്ല. പിന്നെ അതിന്റെ മെറിറ്റിനെ കുറിച്ച് പറഞ്ഞു. മെറിറ്റ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇലക്ട്രോണിന്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള, ആറ്റംസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. സ്റ്റെബിലിറ്റിനെ കുറിച്ച് ആറ്റംസിന്റെ ഇലക്ട്രോൺസിന്റെ അല്ലാതെ ആറ്റംസിന്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. പിന്നെ സ്പെക്ട്രൽ ലൈൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. പിന്നെ നമുക്ക് അതിന്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു? ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് 1 ഇലക്ട്രോൺ സിസ്റ്റത്തിനെ കുറിച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതിന് 1നേക്കാളും കൂടുതലുള്ള ഇലക്ട്രോൺ സിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ മൾട്ടി ഇലക്ട്രോൺസ് ആറ്റത്തിനെ കുറിച്ചൊന്നും ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസിന്റെ സ്പ്ലിറ്റിങ്ങിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ എന്നെ അറിയിക്കണം. ഓക്കെ, എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ അറിയിക്കണം. ഓക്കെ, then bye.